ഹരേ കൃഷ്ണ. എന്നും അമ്പലത്തിൽ പോവുക, അർച്ചന നടത്തുക, കാഴ്ചദ്രവ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക, ചുറ്റുവിളക്ക് കത്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ ഏറ്റവും വലിയ ഭക്തി? സ്വർണ്ണാഭരണം ധരിച്ചാലോ, പട്ടുസാരി ചുറ്റിയാലോ, ഭഗവാന് ആനയെ നടക്കിരുത്തിയാലോ, രത്നകിരീടം ചാർത്തിയാലോ ഭഗവാൻ പ്രസാദിക്കുമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാന്റെ പ്രീതി സമ്പാദിക്കാനാവുമോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാവുമോ എന്ന് കരുതുന്നുണ്ടോ? അമ്പലത്തിൽ ഭഗവാനെ കാണാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ ചിലർ കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ടുണ്ടാവും. ക്യൂവിൻ്റെ മുന്നിൽ കയറാനുള്ള ഓരോരുത്തരുടെയും തത്രപ്പാട്. ചില ആളുകൾ പ്രതികരിക്കും, പക്ഷെ ഒന്നും മിണ്ടാതെ വഴിമാറി കൊടുക്കുന്നവരുമുണ്ട്. അവർ വിഡ്ഢികളായിട്ടൊന്നുമല്ല മിണ്ടാതെ നിൽക്കുന്നത്. നട തുറക്കുമ്പോൾ കൈക്കരുത്ത് കാണിച്ച് മുന്നിൽ കയറി തൊഴുത് എന്തോ വലിയ കാര്യം ചെയ്ത പോലെ പോകുന്നത് കാണാം. ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നവർ ചിന്തിക്കുന്നേയില്ല. പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന് പോലും കൈക്കരുത്ത് കാണിക്കുന്നവരുണ്ട്. തമ്മിൽ പിണക്കമുള്ള 2 പേർ അമ്പലത്തിനകത്ത് വെച്ച് കാണുകയാണെങ്കിലോ തമ്മിൽ കാണാതിരിക്കാൻ അവർ അമ്പലത്തിനകത്ത് നിന്ന് ഒളിച്ചു കളിക്കും. എന്തൊരു മാനസിക പ്രയാസത്തിലായിരിക്കും അവർ. ഇനി മണിക്കൂറുകൾ ക്യൂ നിന്ന് ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് തനിക്ക് മുന്നിൽ കൈനീട്ടുന്നവരെ അവഗണിച്ചു പോയാൽ അത്ര നേരം ക്യൂ നിന്ന് ഭഗവാനെ തൊഴുതിയിട്ട് എന്ത് കാര്യം? ഇങ്ങനെയൊക്കെയുള്ളവരാണോ ഭഗവാന്റെ ഭക്തർ? ഭഗവാൻ ഭക്തനോട് വിലപിടിപ്പുള്ള ഒന്നും ആവശ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റേതല്ലേ എല്ലാം. ഒരു നിമിഷം കൊണ്ട് ഒരു ധനികനെ ദരിദ്രനാക്കാനും ഒരു ദരിദ്രനെ ധനികനാക്കാനും സാധിക്കും ഭഗവാന്. ആ ഭഗവാനോടാണ് നമ്മൾ നമ്മുടെ കാര്യം സാധിക്കാൻ നേർച്ച നേരുന്നത്. കാര്യം സാധിച്ചാൽ എണ്ണ തരാം, പട്ടു തരാം, പൊന്നു തരാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത്. ഈ 14 ലോകത്തിന് മതിപനായ ഭഗവാനോടാണ് നമ്മുടെ കുട്ടിക്കളി. ഭക്തിയോടെ ഒരു തുളസിയില സമർപ്പിച്ചാൽ പോലും ഭഗവാൻ ആ ഭക്തനിൽ പ്രസാദിക്കും. കുചേലൻ്റെ കഥ കേട്ടിട്ടില്ലേ? കുചേല പത്നി കൊടുത്തുവിട്ട അവിൽ എത്ര കാരുണ്യത്തോടെയാണ് ഭഗവാൻ കഴിച്ചത്. അവിൽ കൊടുക്കാൻ മടിച്ചു നിന്ന കുചേലൻ്റെ അടുത്തു നിന്നും പിടിച്ചു വാങ്ങി കൃഷ്ണൻ. സകല സൗഭാഗ്യവും കൊടുത്തില്ലേ കുചേലന്? ഭഗവാന് വേണ്ടത് ഭക്തൻ്റെ നിർമ്മലമായ മനസ്സാണ്. കളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത, സത്യവും നീതിയും ധർമ്മവും പാലിക്കുന്നവർ. അവർ ഇനി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരായിരിക്കും. ഇഷ്ടത്തോടെ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഇല കൊടുത്താലും ഭഗവാൻ അവനിൽ സംതൃപ്തനായിരിക്കും. എന്താണ് കൊടുക്കുന്നത് എന്നല്ല, കൊടുക്കുന്ന ആളുടെ മനസ്സിൻ്റെ നിർമ്മലത, അതാണ് ഭഗവാൻ നോക്കുന്നത്. സമ്പത്തുള്ളവർ ഭഗവാന് സ്വർണ്ണ കിരീടം ചാർത്തും, ശ്രീകോവിൽ സ്വർണം പൂശും, ആനയെ നടക്കിരുത്തും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ നല്ലത് തന്നെ. നമ്മുടെ അമ്പലവും ശ്രീകോവിലും എല്ലാം നല്ല ഭംഗിയായിരിക്കും കാണാൻ, നമ്മുടെ കണ്ണിന് ആനന്ദദായകവുമായിരിക്കും. പക്ഷേ ഭഗവാന്റെ ആഗ്രഹം എന്തായിരിക്കും? ഇതൊക്കെ ഇവിടെ കൊണ്ടുവരാതെ വിറ്റ് പൈസയാക്കി പാവപ്പെട്ടവരെ പോയി സഹായിക്കുക എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഭഗവാന് പാവപ്പെട്ടവരെ നേരിട്ട് സഹായിച്ചാൽ പോരെ എന്ന്. അല്ല, ധനമുള്ളവനെ ഭഗവാൻ പരീക്ഷിക്കുകയാണ്. ധനമുള്ളവൻ പാവപ്പെട്ടവരെ സഹായിക്കുമോ എന്ന്. അല്ലാതെ പണം കൂട്ടിവെച്ച് ആർക്കും ഒരു സഹായവും ചെയ്യാതെ 7 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കുന്നവൻ അടുത്ത ജന്മത്തിൽ ദരിദ്രനും മറ്റുള്ളവരോട് യാചിക്കുന്നവനുമായി തീരും. ഇനി ദരിദ്രൻ, അയാൾ കളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ ധർമ്മവും നീതിയും സത്യവും മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ സംശയിക്കേണ്ട, അയാൾ അടുത്ത ജന്മത്തിലെ സമ്പന്നനായിരിക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.